സമത്വം യോഗ ഉച്യത്തെ. ഈ ചിത്തത്തിന്റെ സമാന അവസ്ഥ, അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. നമ്മുടെ മനോവൃത്തികളെ സമനിലയിൽ പിടിച്ചു നിർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വധർമ്മ ആചരണ സമയത്ത് അല്ലെങ്കിൽ സ്വന്തം കർമ്മം ചെയ്യുന്ന സമയത്ത് ഉണ്ടായേക്കാവുന്ന ജയത്തിലും പരാജയത്തിലും സമചിത്തത പാലിക്കുക. അതാണ് ആത്മനിഷ്ഠ അല്ലെങ്കിൽ യോഗം എന്നൊക്കെ പറയുന്നത്. ഈ സമചിത്തതയ്ക്ക് ആദ്യം വേണ്ടത് എന്താണ്? മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഒരു ആശ്രയം വേണം എന്നുള്ളതാണ്. അതാണ് ഈ ശ്ലോകത്തിന്റെ ആദ്യം പറഞ്ഞ യോഗസ്ഥ കുരു കർമാണി, ബ്രഹ്മനിഷ്ഠനായി കർമ്മങ്ങൾ ചെയ്താലും. അപ്പോൾ ഈ ബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ദേവതാ സ്വരൂപത്തെ ഉപാസിക്കാം. അങ്ങനെ ആ ഈശ്വരപ്രാപ്തിയാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് മനസ്സിലുറപ്പിച്ച് ഈശ്വരാരാധനയാണ് എന്ന സങ്കല്പത്തിൽ തൻ്റെ കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായും ആ കർമ്മഫലത്തിനോടുള്ള ആഗ്രഹം മനസ്സിൽ നിന്ന് പോകും. അതായത് ഫലം ലഭിക്കാനാവില്ല കർമ്മം ചെയ്യുന്നത്, ഈശ്വരാരാധന എന്ന നിലയിൽ മാത്രമായി തീരും എന്നർത്ഥം. അവിടെ ഫലം നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും മനസ്സിന് സമചിത്തത നഷ്ടപ്പെടില്ല. എല്ലാം ഈശ്വരേച്ഛയ്ക്ക് വിട്ടുകൊടുക്കുന്നു. അതുതന്നെയാണ് മനസ്സിന്റെ സമചിത്തത അല്ലെങ്കിൽ യോഗം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ ആ ബ്രഹ്മഭാവത്തിൽ, അതായത് ഈശ്വരഭാവത്തിൽ മുഴുകിക്കൊണ്ട് കർമ്മത്തിലും അതിൻ്റെ ഫലത്തിലും ആഗ്രഹമില്ലാതെ ലാഭത്തിനെക്കുറിച്ചോ നഷ്ടത്തിനെക്കുറിച്ചോ ചിന്തിക്ക പോലും ചെയ്യാതെ തൻ്റെ കർത്തവ്യം അനുഷ്ഠിക്കുക എന്ന്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവ. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവ. ധനഞ്ജയ, അല്ലയോ അർജുന, ബുദ്ധിയോഗാത് ദൂരേണ കർമ്മ അവരം ഹി. ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ സ്വാർത്ഥ ബുദ്ധി കൊണ്ട്, അതായത് ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന കർമ്മം അധമമാണ്. ബുദ്ധൗ ശരണം അന്വിച്ഛ, ബുദ്ധിയിൽ, ഇവിടെ ഈശ്വര ബുദ്ധിയിൽ അഭയം തേടൂ. ഫലഹേതവ കൃപണാ, ഫലേച്ഛയ്ക്ക് അധീനരായവർ